തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. അത് കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് റിൻഷ നേരത്തെ ഇരുന്നെടുത്തതിൻ്റെ പോയിരുന്നു. ഇനി പറഞ്ഞേ, നിഹ എവിടെ? അതിന് നന്ദു വീട്ടിലെത്തിയിട്ടില്ലല്ലോ. അവൾ എത്തട്ടെ, എന്നിട്ട് ഞാൻ പറയാം നിന്റെ നിഹ എവിടെയെന്ന്. ഡീ ഒച്ച വെക്കണ്ട, പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കും. ഫോൺ കയ്യിലെടുത്ത് കറക്കി അവൾ പറഞ്ഞത് കേട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ടേബിൾ ചവിട്ടി തെറിപ്പിച്ച് അവളുടെ ഓപ്പോസിറ്റായിരുന്നു. നന്ദു, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ എന്നെ പറഞ്ഞേക്കില്ലല്ലോ. ഹോ ഗോഡ്, ഇനി സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ ബാബീസിനെ അവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ? നന്ദു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓരോന്നാലോചിച്ച് ഞാൻ പെട്ടി പൊളിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് റയൻ ബ്രോൻ്റെ സൗണ്ട് കേട്ടത്. ദുഷ്ട, ഇത്ര നേരം എവിടെയായിരുന്നു? എന്തൊക്കെ ഡയലോഗായിരുന്നു? നിനക്കൊന്നും പറ്റില്ല. ജസ്റ്റ് ഞങ്ങളൊന്ന് പറയുന്നത് കേട്ടാൽ മതി. ചക്ക, മാങ്ങ, തേങ്ങ എന്നിട്ട് ഇവിടെ നിൽക്കുന്നോ? ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് ഓരോ തല്ലും പിച്ചൊക്കെ അങ്ങ് കൊടുത്തു. പാവം, എല്ലാം നിന്നുകൊണ്ടു. കഴിഞ്ഞോ? കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും തൽക്കാലം ഒന്ന് ബ്രേക്ക് ഇട്. നിന്നെ സേഫായിടത്ത് എത്തിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. പോയി വന്നിട്ട് ബാക്കി തല്ല് ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ എന്ന് ബ്രോ പറഞ്ഞതും ഞാൻ അങ്ങേരെ അന്തം വിട്ട് നോക്കി. സിദ്ധാർത്ഥാണെങ്കിൽ ഇരിക്കപ്പുറത്തി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. നേരത്തെ വാങ്ങിച്ച വാച്ച് റിൻഷയുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട് അവൻ വേഗം അതെടുത്ത് നന്ദുവിൻ്റെ മെസ്സേജ് ആയിരുന്നു. അവൾ വീട്ടിലെത്തി. ഇനി പറ നിഹ ഇവിടെ. ഫോണെടുത്ത് സൈഡിലേക്ക് എറിഞ്ഞിട്ട് അവൻ ചോദിച്ചതും അവളൊരു ഭാവബോധം ഇല്ലാതെ അവിടെ തന്നെ ഇരുന്നു. നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. കൂൾ ഡൗൺ യാ. നീ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഹരിശ്ചന്ദ്രൻ്റെ മകളൊന്നുമില്ലല്ലോ. പറഞ്ഞ വാക്ക് മുഴുവൻ നടത്തി കാണിക്കാൻ. അവൻ്റെ ഡയലോഗ് തന്നെ തിരിച്ചു പറഞ്ഞതും അവൻ അവളിരുന്ന് ചേർ ചവിട്ടി താഴിട്ടു. ആ നിലത്ത് നമ്മൾ മേത്തെ പിടിയൊക്കെ തൂന്നെണീറ്റതും സിദ്ധാർത്ഥ് അവൾക്ക് നേരെ ഗൺ ചൂണ്ടി. പറ, എവിടെ നിഹ? അവൻ ചോദിച്ചിട്ടും അവൾ മറുപടി ഒന്നും പറയാത്തത് കണ്ട് അവൻ ദേഷ്യത്തിൽ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നെറ്റിയിലേക്ക് ഗണ്ണമർത്തി വെച്ചു. മര്യാദയ്ക്ക് പറ, ഇല്ലേ കൊന്നു കളയും ഞാൻ. കൊല്ലേ? ഞാൻ പറഞ്ഞ അരമണിക്കൂർ തീരാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമാവും. അവൾക്ക് എന്തെങ്കിലും പറ്റിയ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. പച്ചക്ക് കത്തിക്കും ഞാൻ എന്നൊക്കെ തലയിൽ കൈവച്ച് തിരുമ്മിക്കൊണ്ടവൻ പറയുന്നത് കേട്ട് റിൻഷ ഒന്ന് കൊട്ടിച്ചിരിച്ചു. ആകെ വട്ടുപിടിച്ച പോലെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസൊക്കെ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ച് ബുള്ളറ്റ് തീർന്നതും ആ ഗണ്ണുമെടുത്ത് എവിടെയോ വലിച്ചെറിഞ്ഞു. അവൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ട് റിൻഷയ്ക്കുള്ളിൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും അവളതൊന്നും പുറത്ത് കാണിച്ചില്ല. പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ ആ വീഡിയോ ഒന്നും കൂടെ ഓൺ ചെയ്തു. അതിൽ നിഹക്ക് പിന്നിലുള്ള ബോർഡാണ് അവൻ ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ അവൻ വേഗം ആർക്കോ കോൾ ചെയ്യാൻ നോക്കിയെങ്കിലും കോൾ പോകുന്നില്ലായിരുന്നു. അത് കണ്ടപ്പോൾ ദേഷ്യത്തിൽ ഫോൺ പറഞ്ഞ് പൊട്ടിച്ച് റിൻഷയുടെ നേരെ തിരിഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത്രയും പറഞ്ഞ് അവൾക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടി അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അവൻ എന്തുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ പോയെന്ന് ആലോചിച്ച് തന്നപ്പോഴാണ് അവൻ പോയി എന്ന കാര്യം കുട്ടിക്ക് കത്തിയത്. അപ്പം തന്നെ അവൾ അവൻ്റെ പിറകെ പോകാൻ നിന്നതും ആരവളുടെ മൂക്കിലേക്ക് കർച്ചീഫ് മണിപ്പിച്ചതും അവൾ ബോധം മറിഞ്ഞ് അയാളുടെ കയ്യിലേക്ക് വീണു. കണ്ണു തുറന്നതും റിൻഷ കണ്ടത് തൻ്റെ കൈയും കസേരയും കൈപ്പിടിയും കൂട്ടി വെലുക്കിട്ടിരിക്കുന്നതാണ്. അത് അഴിക്കാനുള്ള പരിശ്രമത്തിലാണ് കുട്ടി. ഏതവനാണ് എന്നെ പിടിച്ച് വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ എന്താ ചെയ്യുക? റിൻഷ ഒച്ച വെച്ചതിന് പിന്നാലെ അങ്ങനെ ഒരു ഡയലോഗ് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കിയത് കണ്ടത് ടേബിളിൽ ചാരി നിൽക്കുന്ന ശ്രീയെ. ഏട്ടനോ? പറയടി, നീ എന്താ ചെയ്യാൻ പോകുന്നത്? കൊല്ലു എന്നെ? അവളിരിക്കുന്ന കസേരയുടെ രണ്ടു പിടിയിൽ കൈവച്ച് അവൻ ഒച്ചയിട്ട് അവളൊന്ന് പേടിച്ചു. ഏട്ടൻ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാനെല്ലാം പറയാം, പക്ഷെ ഇപ്പം എനിക്ക് പോയേ പറ്റൂ. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എല്ലാം പറയാം. സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്കാണോ നിനക്ക് പോകേണ്ടത്? പിറകിൽ നിന്ന് ദേവൻ്റെ ശബ്ദം കേട്ടതോ റിൻഷ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവനെയും കൊല്ലാൻ പോകുകയാണോ നീ? അതിന് ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിങ്ങളെ ഈ വിഷയത്തിൽ ഇൻവോൾവ് ആക്കാതിരിക്കാനാണ് ഇത്രയും നാൾ റോയുടെ കാര്യം വരെ ഞങ്ങൾ മറച്ചു വെച്ചിരുന്നത്. അതിനു മുന്നേ നീ കളത്തിലിറങ്ങിയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. കാശിയുടെ പിന്തിനെ പറ്റി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ എവിടെയുള്ളതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായിട്ടുണ്ട്. അവനവിടെ എത്തും മുന്നേ നമുക്കവിടെ എത്തണം. റിൻഷ പറയുന്നത് കേട്ട് ദേവൻ കാശിയെ നോക്കിയതും അവൻ ഫോൺ എടുത്ത് ധ്രുവിനെ വിളിച്ചെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്തുപറ്റി? ധ്രുവ് ഫോൺ എടുക്കുന്നില്ല. കാശി പറഞ്ഞത് കേട്ട് റിൻഷ ദേവനൊന്ന് നോക്കി. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സിദ്ധാർത്ഥ് നിഹയുടെ അടുത്ത് എത്തും മുന്നേ നമുക്കവിടെ എത്തണം. അവനിവിടെ നിന്ന് പോയിട്ട് എത്ര നേരമായി എന്നറിയോ നിനക്ക്? കാശി, നീ വണ്ടി എടുക്ക്, നമുക്കവിടേക്ക് പോകണം. എവിടേക്ക് പോകുന്ന കാര്യമാണ്? അതും ചോദിച്ച് റയൻ അകത്തേക്ക് വന്നതും ദേവൻ കാര്യം പറഞ്ഞു. വാ. കൂടുതൽ സമയം കളയാതെ റയൻ വണ്ടിയെടുത്തു. എന്തിനാ നീ അവരെയൊക്കെ കൊന്നത്? അവരൊക്കെ അതിന് കെവിനെ മാത്രമല്ല എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. വന്ന ദേഷ്യം മുഴുവൻ കൺട്രോൾ ചെയ്ത് അവൾ പറഞ്ഞത് കേട്ട് ബാക്കി എന്നാലും അവളെ ഞെട്ടി നോക്കി. വാട്ട്? അപ്പം മാനവ് അവനെങ്ങനെയാണ് മരിച്ചത്? അത് ഏതൊരു കില്ലറല്ലേ? ഏട്ടൻ അന്വേഷിച്ച് നടന്നതൊക്കെ അയാളെ പറ്റിയല്ലേ? റിൻഷ ശബ്ദത്തോട് ചോദിച്ചതും ത്രിമൂർത്തി ശ്രീയെ റിൻഷയെ മാറി മാറി നോക്കി. അപ്പം നീയല്ലേ മാനവിനെ കൊന്നേ?
എല്ലാം ഞാൻ പറഞ്ഞല്ലോ. മാനവനെ ഞാൻ കൊല്ലാനായി പോയി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അവനെ എനിക്ക് കൈ കിട്ടിയില്ല. കെവിന് മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റിയുള്ളൂ. അപ്പം നിൻ്റെ ആ റോബ്, അതേ സെയിം റോബ് തന്നെയായിരുന്നു ആ CCTV വിഷ്വൽസിലും. ആ, അന്ന് ഏട്ടൻ ആ വിഷ്വൽസ് ഞങ്ങളെ കാട്ടിയപ്പോഴും ഞാൻ ചിന്തിച്ചത് അത് തന്നെയാണ്. എൻ്റെ അതേ സെയിം റോബ് തന്നെയാണല്ലോ എന്ന്. വാട്ട് ദ ഹെൽ? അപ്പം പിന്നെ മാനവന് കൊലയാളി ആരാണ്? ഒരു മിനിറ്റ്, ആ റോബ് കണ്ടിട്ടാണോ ഞാനാണ് കെവിനെ കൊന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത്? റിൻഷ ചോദിച്ചതും ഷിയാവിനെ കണ്ടുപിടിച്ചത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു. ആ റോബാണ് നിങ്ങൾക്ക് എന്നെ സംശയിക്കാൻ ഇടയാക്കിയതെങ്കിൽ ഞങ്ങളെ 3 പേരെ നിങ്ങൾ സംശയിക്കേണ്ടതല്ലേ? റിൻഷ ചോദിച്ചത് കേട്ട് അവർ 4 അവളെ നിർത്തി നോക്കി. ആ, അതേ സെയിം റോബ് ഞങ്ങൾക്ക് 3 പേർക്കുണ്ട്. ഹലോവിൻ്റെയൊക്കെ തീം പാർട്ടിക്ക് വേണ്ടി റോബിച്ച് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണ് ആ റോബ്. അപ്പം നീ പറഞ്ഞു തരുന്നത് അതേ സെയിം ടു സെയിം റോബ് ശ്രുതിക്കും റീമയ്ക്കും ഉണ്ടെന്നല്ലേ? ആ, ഉണ്ട്. അവൾ പറയുന്നതൊക്കെ കേട്ട് കാശിയുടെ മൈൻഡിൽ വന്നത് പോകാൻ നേരം ശ്രുതി പറയാതെ പറഞ്ഞ് സോറിയാണ്. റയുവേ, വണ്ടി വിടെ, എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തണം. കാശി വെപ്രാളപ്പെട്ട് പറയുന്നത് കേട്ട് റയാൻ മാക്സിമം സ്പീഡിൽ വണ്ടിയെടുത്തു. സിദ്ധാർത്ഥ് വണ്ടിയിൽ നിന്നിറങ്ങി വേഗം ഓടി സംശയം തോന്നിയ മുറിയിലേക്ക് കയറി നോക്കുകയാണ് നിഹയെ. അതേസമയം സിദ്ധാർത്ഥ് വരെ ഒന്നും അറിഞ്ഞതുകൊണ്ട് നിഹയെ മറ്റേ റൂമിലെ പൊട്ടികൾ അടിച്ചിട്ടിരിക്കുകയാണ് ശ്രുതി. നിഹയുടെ പെട്ടിക്കുള്ളിൽ കിടന്ന് കെട്ടലും തൊട്ടലുമാണ്. നിർത്തലേ തടയലേ, നിർത്തലേ തടയലേ, കുഴിമൂടി വിട്ട് മാനം തൊടട്ടെ. അയ്യോ, പൊട്ടിക്കുള്ളിൽ നിന്നെങ്ങനെ പുറത്തു വരാനാ? എന്താ പിള്ളേർ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നമ്മുടെ നിഹസേച്ചയ്ക്ക് ഒരു ബീജി വിട്ട് കൊടുത്തതല്ലേ? പൊട്ടിയുടെ ഉള്ളിൽ കിടന്ന ആൾ വലിയ തട്ടലും മുട്ടലാണ്. എങ്ങനെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടലാണ്. തട്ടി ക്ഷീണിച്ച ലെവൽ സൈഡായി. ആ സമയത്ത് സിദ്ധു റൂമിലേക്ക് വന്നത്. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ശുദ്ധി അറിഞ്ഞേനെ. പക്ഷെ വിധി അതേത് റോബ് വിചാരിച്ചാലും മാറൂല. ആ, യോഗില്ലമണിയെ പെട്ടി തന്നെ കിടന്നോളി. സിദ്ധാർത്ഥിൻ്റെ സൗണ്ട് കേട്ട് നിഹക്ക് ഒച്ച വെക്കണമെന്നുണ്ടേലും വായിൽ തുണിയുള്ളത് കൊണ്ട് നോ യൂസ്. അവസാനം തളർച്ചയ്ക്ക് ഒരു സൈഡിലിട്ട് അവൾ പിന്നെയും കൊട്ടു തുടങ്ങിയതും സൗണ്ട് കേട്ട് സിദ്ധാർത്ഥ് നിന്നു. അവൻ റൂം ഫുൾ ഒന്നാകെ നോക്കി സൗണ്ട് കേൾക്കുന്ന മൂലയിലേക്ക് നടന്നു. നേട്ടിരിക്കുന്ന പെട്ടിക്കരിക്കൽ ചെന്ന് അവൻ ആ പെട്ടി തുറന്നതും സിദ്ധുവിനാരോ തലക്കടിച്ച് വീഴ്ത്തി. സിദ്ധാർത്ഥ് നിലത്തേക്ക് വീണത് കണ്ട് ഞെട്ടലോടെ നിഹ നോക്കിയതും ഇരുമ്പ് താണ്ടു ഇറക്കി അവനെ നോക്കുന്നത് ഋതിക്കിനെയാണ്. സിദ്ധാർത്ഥ് ഇവിടെ ഉണ്ട്, ദാ അവൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. സിദ്ധാർത്ഥിൻ്റെ വണ്ടി ചൂണ്ടിക്കൊണ്ട് റീൻഷ പറഞ്ഞതും അവൾ വേഗം അകത്തേക്ക് കയറി. നേരത്തെ നീട്ടിരുന്ന റൂം പുറത്തുനിന്ന് ലോക്കായി കിടക്കുന്നത് കണ്ട് അവർ അത് തുറന്ന് കയറിയതും ആദ്യം കണ്ടത് നിലത്ത് കിടക്കുന്ന ധ്രുവനെയാണ്. ദേവനും ശ്രീയും വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നതും കാശിയും റയാനും നേരിട്ടിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവളവിടെ കാണാത്തതും അവരുടെ ഉള്ളിൽ പേടി ഒന്നും കൂടെ വർദ്ധിച്ചു. അവളെവിടെ നിഹ? റിൻഷ അവർക്കിടയിലേക്ക് വന്ന് ചോദിച്ചതും അഴിഞ്ഞു കിടക്കുന്ന കയറുമാറ്റം കണ്ട് അവൾക്ക് കാര്യം പിടികിട്ടി. അപ്പോഴേക്കും ശ്രീയും ദേവനും ധ്രുവിനെ ഉണർത്തി. എന്താ പറ്റിയത്? ശ്രുതിയും റീമ എവിടെ? നിഹയോ? നിന്നെ ആരെങ്ങനെ ഇവിടെ ഇട്ടത്? അവളാണ് എന്ന് ധ്രുവ് പറഞ്ഞു തുടങ്ങിയതും നെക്സ്റ്റ് റൂമിൽ നിന്നും ചെവിക്കല്ലികൾ വിധമുള്ള നെയ്യുടെ കരച്ചു കേട്ടവൻ വേഗം അവിടേക്ക് ചെന്നു. ആ റൂമിൻ്റെ ഡോർ ചവിട്ടി തുറന്നവർ അകത്തേക്ക് കയറിയതും അവിടെ നടക്കുന്ന കാഴ്ച കണ്ടവൻ തറഞ്ഞു നിന്നു. ഡെക്ടോപ്പ് കൊണ്ട് നെയ്യുടെ മേൽ മുഴുവൻ തലങ്ങും വിലങ്ങും ഭിത്തിയുടെ കൂട്ടി ഒട്ടിച്ച് അവളെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അവളെ കുഞ്ഞു ആണി പോലെ ഇരിക്കുന്ന എന്തോ തറച്ച് ബെൽറ്റ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടും തലങ്ങും വിലങ്ങും അടിക്കുന്ന ശ്രുതി. നിഹയുടെ മേലൊക്കെ പൊട്ടിച്ചോര ഒഴുകുന്നുണ്ട്. കാശ് വേഗം ചെന്ന് അവളെ പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും അവനതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റയാനും കൂടി ചെന്ന് അവളെ പിടിച്ചു വെച്ചു. രണ്ടുപേരുടെയും കയ്യിൽ കിടന്ന് അവൾ കുതിരാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് അവൾക്ക് പിടിപിടിക്കാൻ പറ്റിയില്ല. അപ്പയാണ് കയ്യിലെന്തോ ചുറ്റിക്കൊണ്ട് ഋതിക്ക് അവിടെ വന്നത്. പെട്ടെന്ന് എല്ലാവരും കണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരുന്നതായി കൊണ്ട് അതൊക്കെ മാറി. എന്നെ വിട്, അവളെ ഇനിയും ജീവനോടെ ഇരിക്കണ്ട, എനിക്കവളെ കൊല്ലണം, വിടെന്നെ. അബ്നോർമലായ വ്യക്തികളെപ്പോലെ ഓരോന്ന് പറഞ്ഞ് നെയ്യുടെ അടുത്തേക്ക് പോകാൻ നിന്ന് അവളെ റയാനും കാശിയും ഒത്തിരി തടയാൻ നോക്കിയെങ്കിലും അവൾ അടങ്ങിയില്ല. അപ്പോഴാണ് കയ്യിലെന്തോ ചുറ്റിക്കൊണ്ട് ഋതിക്ക് അവിടെ വന്നത്. പെട്ടെന്ന് എല്ലാവരും കണ്ട് അവരൊന്ന് ഞെട്ടിയെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരുന്നതായി കൊണ്ട് അതൊക്കെ മാറി. എന്നെ വിട്, അവളെ ഇനിയും ജീവനോടെ ഇരിക്കണ്ട, എനിക്കവളെ കൊല്ലണം, വിടെന്നെ. അബ്നോർമലായ വ്യക്തികളെപ്പോലെ ഓരോന്ന് പറഞ്ഞ് നെയ്യുടെ അടുത്തേക്ക് പോകാൻ നിന്ന് അവളെ റയാനും കാശിയും ഒത്തിരി തടയാൻ നോക്കിയെങ്കിലും അവളെ അടങ്ങിയില്ല. അവസാനം സൈക്കിട്ട് കാശി അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചു. അതിന് ഫോഴ്സിൽ അവൾ റയാൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. അവളെ പിടിച്ചിരുന്ന റയാൻ ഉൾപ്പെടെ അത് കണ്ട് ഞെട്ടി. അടിയുടെ ശക്തി കാരണം അവളുടെ ചുണ്ടിൽ നിന്നും ചോര പൊടിയാൻ തുടങ്ങിയിരുന്നു. അതൊന്നും വകവെക്കാതെ അവൾ എഴുന്നേറ്റിട്ട് കൈകൊണ്ട് ചോരയൊക്കെ തുടച്ചു കളഞ്ഞിട്ട് ഒന്നും കൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് തടയാൻ പറ്റില്ല കാശി, മരിക്കേണ്ടവർ എന്തായാലും മരിക്കും, അത് ഏറ്റവും അർഹതയുള്ള ആളുകളുടെ കൈകൾ കൊണ്ട് തന്നെ. അവളത് പറഞ്ഞു തീർന്നതും അവിടെ മാകര് വെടിവെച്ച് മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിൻ്റെ ശബ്ദം കേട്ടിടത്തൊക്കെ എല്ലാവരും എവിടേക്ക് നോക്കിയതും ഗണ്ണും പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ട് അവർ ഞെട്ടി. റീമ തുടരും. അപ്പോൾ
നമ്മൾ ഏതാണ്ട് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ഈ ഒരു കഥ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിലിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.